നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായി നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഏകദേശം 7900 ഒഴിവുകളാണ് ഇന്ത്യയിൽ ഒട്ടാകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡിസംബർ 23-ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്കിവിടെ കാണാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2021 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 23 മുതൽ ജനുവരി 23, 2022 ജനുവരി 23 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയും ജനുവരി 23 ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്, അതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ പോസ്റ്റുകളിലേക്കും ഏജ് ലിമിറ്റ് വരുന്ന 30 വയസ്സാണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്, വിവിധ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. IB, അതുപോലെ തന്നെ റെയിൽവേസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ CBI, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, NIA, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, അതുപോലെ തന്നെ മറ്റു പല മന്ത്രാലയങ്ങളിലേക്കും ഡിപ്പാർട്ട്മെന്റുകളിലേക്കുമായാണ് സെലക്ഷൻ നടക്കുവാൻ പോകുന്നത്. ചില പോസ്റ്റുകളിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളുമുണ്ട്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളുമുണ്ട്, അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കെല്ലാം 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ നിന്നും ഓരോ പോസ്റ്റുകൾക്കുമുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളും പരിശോധിച്ച് നോക്കാവുന്നതാണ്. വേക്കൻസീസ് കറക്റ്റ് ആയിട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഏകദേശം 7900 ഒഴിവുകൾ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി SC, ST, OBC, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനെല്ലാം ഏജ് റിലാക്സേഷൻ ഗവൺമെന്റ് നോംസ് അനുസരിച്ച് ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഓരോ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. ഇനി അതല്ലെങ്കിൽ CA, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് സ്റ്റഡീസ്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് എക്കണോമിക്സ്, ഈ പറയുന്ന കോഴ്സുകൾ പഠിച്ചവർക്കും ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണത്. എങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. അടുത്ത ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റ് ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയെടുത്ത ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +2 ലെവലിൽ നിങ്ങൾക്ക് 60% മാർക്കെങ്കിലും മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റി ആസ് വൺ ഓഫ് ദ സബ്ജക്ട് അറ്റ് ഡിഗ്രി ലെവൽ, അതായത് ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ +2-ന് നിങ്ങൾക്ക് 60% മാർക്ക് മാത്തമാറ്റിക്സിൽ ലഭിച്ചതിന് ശേഷം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും ജൂനിയർ സ്റ്റാറ്റി ഓഫീസർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പോസ്റ്റ് ആണ്. അതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ്, പക്ഷേ നിങ്ങൾ ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് 3 വർഷത്തെ കോഴ്സിൽ നിങ്ങൾ സ്റ്റാറ്റി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഇൻ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ NCLAT-ലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതിലേക്കും ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ഡിഗ്രി ഇൻ ലോ, അതായത് നിയമത്തിൽ ബിരുദമുള്ള ആളുകൾക്ക്, LLB ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC-ലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഇതിലേക്കും ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് മിനിമം 1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്, അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു 1 ഇയർ എങ്കിലും റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു മുൻഗണന ലഭിക്കുമെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സ് അത് കഴിഞ്ഞ ആളുകൾക്കും ഒരു മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്.
മറ്റെല്ലാ പോസ്റ്റുകളിലേക്കും ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. അപ്പോഴത്തേക്കും ഇത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ CGL നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കെല്ലാം ഇതിന്റെ വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. എങ്കിലും കോമൺ ആയിട്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഇനി SSC വഴി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. അതായത് SC, ST, PWBD അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 100 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും ജനറൽ OBC കാൻഡിഡേറ്റ്സിനെല്ലാം 100 രൂപ അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് പേ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിലുള്ള എക്സാമിനേഷൻ സെന്ററുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 7 എക്സാമിനേഷൻ സെന്ററുകൾ കാണുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയിൽ 3 സെന്ററുകൾ നിങ്ങളുടെ മുൻഗണനാ ക്രമം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കോട്ടയം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിങ്ങനെ 7ഓളം പരീക്ഷാ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ഏതായാലും ഇതിൽ നിന്ന് നിങ്ങളുടെ മുൻഗണനാ ക്രമം അനുസരിച്ച് നിങ്ങൾക്ക് 3 പരീക്ഷാ കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലുമായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും നമുക്ക് ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് 4 സ്റ്റേജസിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും. അതായത് ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം ടയർ 3 എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരിക്കും, നിങ്ങൾക്ക് ഒരു എഴുത്ത് പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. അതിലും നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടയർ 4 ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ചുള്ള ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഈ നോട്ടിഫിക്കേഷന്റെ 15ാമത്തെ പേജ് മുതൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. സിലബസും കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇനി നിങ്ങൾ ഇതുവരെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ, ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡത്തെ ഈ ഒരു ലോഗിൻ ഓപ്ഷന്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു രജിസ്റ്റർ നൗ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ ഈ ഒരു പേജിൽ നിങ്ങൾ നൽകേണ്ടത്. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ മറ്റ് ID ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് നൽകാം. അതല്ല മറ്റ് ID കാർഡുകളാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ, വോട്ടർ ID ആണ് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അവിടെ നോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തുള്ള ID സെലക്ട് ചെയ്താലും മതിയായിരിക്കും. അവിടെ നിങ്ങൾക്ക് വോട്ടർ ID കാർഡൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിന്റെ ID നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങളുടെ പേര് നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, അതുപോലെ തന്നെ മറ്റ് ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ മദേഴ്സ് നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകണം. നിങ്ങളുടെ മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ നൽകണം. നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ബോർഡ്, കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. നിങ്ങളുടെ റോൾ നമ്പർ ഒരിക്കൽ കൂടി നൽകണം. ഇയർ ഓഫ് പാസിംഗ് നൽകണം. മറ്റു ഡീറ്റെയിൽസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നൽകിയതിനു ശേഷം സേവ് എന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത്തരത്തിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അഡീഷണൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് അടുത്ത പേജിൽ ചോദിക്കുക. അവിടെ നിങ്ങളുടെ കാറ്റഗറി, നാഷണാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് എന്നിവ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് എന്നിവ ഒരിക്കൽ കൂടി നിങ്ങൾ നൽകണം. ഇതിനുശേഷം കൺഫേം ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നൽകിയതിനു ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇത്തരത്തിലൊരു ഡിക്ലറേഷൻ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾ I agree ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് മാർക്ക് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ, SSCയുടെ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച്, അതായത് രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ആയി ലഭിക്കുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ച കോഡ് നൽകി ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് താഴെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അത്തരത്തിൽ ആ ഒരു അപ്ലൈ നൗ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ആയിട്ട് വരിക. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2021 എന്നവിടെ നൽകിയിട്ടുണ്ടായിരിക്കും.
പിന്നീട് ഇവിടെ നിങ്ങൾ വീണ്ടും അതായത് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ നൽകിയ പേരും ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി അതെല്ലാം പരിശോധിച്ച് നോക്കിയതിനു ശേഷം അതേ പേജിൽ തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെന്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ വേണ്ടി സാധിക്കും. അവിടെ നിങ്ങൾക്ക് 3 എക്സാമിനേഷൻ സെന്ററുകൾ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ മുൻഗണനാ ക്രമം അനുസരിച്ച് 3 എക്സാമിനേഷൻ സെന്ററുകൾ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. കേരളത്തിലെ സെന്ററുകൾ നിങ്ങൾക്ക് അവിടെ നിന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതാത് സെന്ററുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾക്ക് 3 എക്സാമിനേഷൻ സെന്ററുകൾ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് നോക്കിയതിനു ശേഷം അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക. മറ്റു ഡീറ്റെയിൽസ് അതായത് അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നൽകുക. നിങ്ങളുടെ പാസിംഗ് ഇയർ, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ നൽകാവുന്ന, നിങ്ങളുടെ റോൾ നമ്പർ, പെർസെന്റേജ്, CGPA ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫില്ലപ്പ് ആയിട്ടുണ്ടായിരിക്കും. പിന്നീട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ് വരിക. നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതായത് ഫോട്ടോഗ്രാഫിന്റെ സൈസ് 20 KB ക്കും 50 KB ക്കും ഇടയിലുള്ള JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, അതായത് സെപ്റ്റംബർ 24, 2020 സെപ്റ്റംബർ 24 ശേഷം എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള നിങ്ങളുടെ ആ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചറിന്റെ മാക്സിമം സൈസ് 20 KB ആണ്. JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റുള്ള സിഗ്നേച്ചർ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സിഗ്നേച്ചർ ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൂടി അപ്ലോഡ് ചെയ്തതിനു ശേഷം സെപ്റ്റംബർ 24 ശേഷം എടുത്ത ഫോട്ടോഗ്രാഫ് ആണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അവിടെ നിങ്ങൾ S സെലക്ട് ചെയ്യുക. പിന്നീട് ഒരു ഡിക്ലറേഷൻ ആണ് വരുന്നത്. അതിന് താഴെ കാണുന്ന I agree എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ക്യാപ്ച കോഡ് കൂടി നൽകിയതിനു ശേഷം പ്രിവ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് പരിശോധിച്ച് നോക്കിയതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ UPI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. ശ്രദ്ധിക്കുക, ജനറൽ OBC കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ പറയുന്ന 100 രൂപ അപേക്ഷാ ഫീസ് ഉള്ളൂ. സ്ത്രീകൾ, SC ST, എക്സ് സർവീസ് ആൻഡ് PWBD കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ 44ാമത്തെ പേജ് മുതൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പരിശോധിച്ച് നോക്കിയതിനു ശേഷം മാത്രം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തന്നെ ഞാൻ SSCയുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റ് വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്കും ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകി ഇപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.